ഇങ്ങനെയാണ് ഞാൻ ദീപായസ് പണിക്കർ, സഹദയ മന്ദിരം. ഇവിടെയാണ് ഇതാണ് എൻ്റെ വീട്, ഈ ഓടിട്ട വീട്. ഓക്കെ, പ്രീതായസ് പണിക്കറിൻ്റെ കടത്തിൻ്റെ വിവരമൊക്കെ നമ്മൾ അറിഞ്ഞ് അവളെ ഇതാക്കണ്ടായോ. ലോൺ ആപ്പ്, ഇവിടെ ലോൺ ആപ്പിനൊന്നും കുഴപ്പമില്ല. വേറുള്ളവർക്ക് ലോൺ ആപ്പ് വന്നല്ല കുഴപ്പം, ലോൺ ആപ്പ് പോയിട്ടിരിക്കുക. ലോൺ ആപ്പ് ഇപ്പം നമ്മൾ പറഞ്ഞ ഇവന്മാർ ഇങ്ങനെ പീഡിപ്പിക്കുന്ന ആൾക്കാരാണ്, ഭയങ്കര ഗ്യാങ് സ്റ്റോക്കിങ്ങിൻ്റെ ആൾക്കാരാണ്. അതുപോലെ എൻ്റെ അച്ഛനെ ഇതുപോലെ ഗ്യാങ് സ്റ്റോക്ക് ചെയ്താണ് റെഡിയാക്കിയത് ഇവന്മാർ. സുബ്രഹ്മണ്യനും പിന്നെ സദാനന്ദ മന്ദിരത്തിലെ ഇവന്മാരും, സോമരാജനും പൊടിയൻ എന്ന് വേണ്ട കുറേ എണ്ണങ്ങൾ എല്ലാം കൂടെ ഗ്യാങ് സ്റ്റോക്ക് ചെയ്ത് എൻ്റെ അച്ഛനെ വെറും 57, ഒരു കുഴപ്പമില്ലായിരുന്നു. 50 വയസ്സ് വരെ ഒരു കുഴപ്പവും എൻ്റെ അച്ഛനില്ലായിരുന്നു. ഇവിടെ വന്ന് ഇവന്മാർ പീഡനം തുടങ്ങി. എൻ്റെ അച്ഛനെ കടാരയും ഇതൊക്കെ കൊണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ നേരെ വരുന്നത്. കടാരയും പിന്നെ ഒലക്കയും കൊണ്ടായിരുന്നു എൻ്റെ അച്ഛൻ. എൻ്റെ അമ്മ വീട്ടിൽ 1 വർഷം താമസിച്ചിട്ട് ഇങ്ങോട്ട് കാണാം വരുന്ന ഉടനെ ഇവന്മാർ എൻ്റെ അച്ഛനെ സ്വീകരിക്കുന്നത് കടാരയും ഒലക്കയുമായിട്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ പല ഭയങ്കര ഇതായിരുന്നു ഇവിടെ. അങ്ങനെ അങ്ങ് റെഡിയാക്കാൻ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അച്ഛനെ ഈ 3 സൈഡിൽ മുള്ളുവേലിക്കകത്തിട്ട് പീഡിപ്പിച്ച്. അന്നേരം നമുക്ക് ഈ 17 സെൻറ്റ് ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ 10-ലായപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 93-ലാണ് ഈ സ്ഥലം വാങ്ങിക്കുന്നത്. ഇത് 93 ഞങ്ങൾ വാങ്ങിച്ചു ഈ 10 സെൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2003-ലോ 2004-ലോ ആണ് ഈ 7 സെൻറ്റ് ഇതിനോട് 10-ൻ്റെ വടക്കേസ് കിടക്കുന്ന ഈ 7 സെൻറ്റും കൂടെ വാങ്ങിക്കുന്നത്. അങ്ങനെ അതും എല്ലാം പൊന്നും വില തന്നെ കൊടുത്ത് വാങ്ങിച്ചതായി. 1 സെൻറ്റിന് 7000 അന്ന്. ഇത് വഴിയും പഴയൊന്നും ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ 10 സെൻറ്റിൻ്റെ കൂടെ കിടക്കുന്നുണ്ടായി 7 സെൻറ്റ് വാങ്ങിച്ചത്. അല്ലാതെ വേറെ വല്ലതും വാങ്ങി നമ്മൾ വാങ്ങിക്കത്തില്ല. അപ്പം അന്ന് 1 സെൻറ്റിന് 7000. 2003-ലെ സ്വർണ്ണവില നിങ്ങൾ നോക്കിയാൽ മതി. 7000-ൻ്റെ പകുതി 4000-ത്തിനപ്പുറം പോകത്തില്ല. അപ്പം ആ കാശ് നമ്മൾ കൊടുത്താണ് ഈ 1 സെൻറ്റിന് 7000 രൂപ വീതം കൊടുത്താണ് ഈ 7 സെൻറ്റ് അങ്ങനെ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം ചുമ്മാതല്ല, പൊന്നും വില കൊടുത്ത് തന്നെയാണ് 1 പവൻ്റെ. അപ്പം ഇന്നത്തെ 1 പവൻ്റെ സ്വർണ്ണവില നിങ്ങൾക്കറിയാം അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ 1 പവൻ്റെ സ്വർണ്ണവില. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതുപോലെയാണ് നമ്മൾ അതുപോലെ ശിവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, കൊടൂരത്ത് ശിവൻ. ആ ആളുടെയും വസ്തു നമ്മുടെ ഒരു വസ്തുവിനടുത്തായിരുന്നു. അതും അവർ താമസിച്ചു നമ്മുടെ പുറകിലായിരുന്നു, നമ്മുടെ വസ്തുവിൻ്റെ പുറകിലായിരുന്നു. ഇതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞ് അത് കൊടുക്കുന്നു. അങ്ങനെ നമ്മളതിന് 1 സെൻറ്റിന് 10000 രൂപ വീതം കൊടുത്താണ് അതും വാങ്ങിക്കുന്നത്. അവർ ചോദിച്ച വില കൊടുത്ത് നമ്മൾ വാങ്ങിച്ച്. നമ്മൾ ആരോടും വില പേശാനും ഒന്നും പോയിട്ടില്ല. നിലവാണോ എന്തോ ആണോ റെക്കോർഡിക്കലി എന്താണെന്ന് നമ്മൾ നോക്കിയില്ല. അന്നും നിങ്ങൾ നോക്കിയാൽ മതി. ഈ